നിവിൻ പോളിയും അഖിൽ സത്യനും സർവ്വമായയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു. നിലവിൽ നിവിൻ പോളി ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷാവസാനമായിരിക്കും അഖിൽ സത്യൻ നിവിൻ പോളി സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുക. ധനുഷിൻ്റെ പുതിയ സിനിമയായ D55 സിനിമയിൽ മമ്മൂക്ക ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഇന്ന് സിനിമയുടെ ഭാഗത്തുനിന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ശിവകാർത്തികൻ്റെ അമരൻ സിനിമയുടെ ഡയറക്ടറായ രാജ്കുമാർ പെരിയസ്വാമിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്ക ഈ ഒരു സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്തിൻ്റെ പുതിയ കോപ്പ് സ്റ്റോറി സിനിമയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്കാണ്. മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സിനിമയിലെ കാരിക്കാമുറി ഷൺമുഖൻ എന്ന ക്യാരക്ടറായിട്ടാണ് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ പോർഷൻസ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 50 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് സിനിമയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇനി 25 ദിവസത്തെ ഷൂട്ടിംഗ് സിനിമയ്ക്ക് ബാക്കിയുണ്ട്. തുടരുന്ന സിനിമയിലെ പ്രകാശ് വർമ്മയാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. ഇനി സിനിമയുടെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ കോട്ടയം, കണ്ണൂർ, വയനാട്, എറണാകുളം എന്നിവിടങ്ങളിലാണ്. രാംചരൺ നായകനാവുന്ന പെത്തി സിനിമ ഏപ്രിൽ 30 തിയേറ്ററുകളിലേക്ക് എത്തും. ആസിഫ് അലിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ടിക്കി ടാക്ക സിനിമയുടെ സ്പെഷ്യൽ ബർത്ത്ഡേ ഗ്ലിംസ് വീഡിയോ ഇന്നലെ വന്നിരുന്നു. കൊല്ലാകൊല്ലം ടീസർ ഇറക്കാൻ എനിക്കെന്താ പ്രാന്താണോ എന്ന് ചോദിച്ചുകൊണ്ട് 4th വാൾ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ഗ്ലിംസ് വീഡിയോ ആണ് വന്നത്. ഈ ഒരു ഗ്ലിംസിൻ്റെ അവസാനം രവി ബസൂറിൻ്റെ കിടിലൻ BGM ഒക്കെ നമുക്ക് കേൾക്കാം. ടിക്കി ടാക്ക സിനിമ മുഴുവനായിട്ട് റാപ്പാവാൻ ഇനി 25 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട്. മിക്കവാറും മാർച്ച് ഫസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ മുഴുവൻ ചിത്രീകരണം അവസാനിക്കുന്നത്. ജോൺ ഡെൻവർ എന്ന ക്യാരക്ടറായിട്ടാണ് ആസിഫ് അലി ഈ ഒരു സിനിമയിൽ എത്തുന്നത്. രോഹിത് VS ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അഡ്വഞ്ചറസ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ്, കള എന്നീ സിനിമകളാണ് രോഹിത് VS മുൻപ് ചെയ്ത സിനിമകൾ.